എസ് കെ ബാക്ക് ടു 3. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എസ് കെ നിലവിൽ എസ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ അവിടെ മണ്ഡലത്തിന്റെ നൂക്കാൻ കോൺഗ്രസ് മുക്കുമൂലം അറിയാവുന്ന ആളാണ്. വളരെ കണ്ണിങ്ങായ പ്രചരണം എസ് കെ നടത്തുകയാണ്. പുറത്തു കാര്യമായ കോലാഹലങ്ങളൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഓരോ വീടുകളും കയറിക്കൊണ്ട് ശക്തമായ പ്രചരണം എസ് രാജേന്ദ്രൻ അവിടുത്തെ അത്രയും വർഷം MLA ആയിരുന്ന ആളാണ്. CPM-ന്റെ കോട്ടയിൽ അതിന്റെ പ്രധാനപ്പെട്ട മേഖലയൊക്കെ അറിയാവുന്ന ആളാണ്. CPM വോട്ട് ചോർത്താൻ എസ് രാജൻ ശ്രമിക്കുന്നു. എ രാജയെ മോശക്കാരെയല്ല. എസ് കെ അവിടുത്തെ സാഹചര്യം വെച്ച് നോക്കില്ല. എസ് കെ അവിടെ തോട്ടം തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ഈ 3 സ്ഥാനാർത്ഥികളും തോട്ടം തൊഴിലാളി മേഖലയിലുള്ളവരായതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളി വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും ഈ കാർഷിക മേഖലയിൽ നിന്ന് പറഞ്ഞാൽ അടിമാലി പോലുള്ള കർഷക മേഖലയിൽ നിന്നും കൂടുതൽ വോട്ട് നേടുന്നവർ വിജയിച്ചേക്കും എന്ന് പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ് അവിടെ കൃത്യമായ ത്രികോണ പോരാട്ടം തന്നെയാണ്. ആ ത്രികോണ പോരാട്ടത്തിൽ തോട്ടം മേഖലയിലെ സ്ഥാനാർത്ഥികൾ 3 പേരായതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളി വോട്ടുകൾ അവിടെ സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും കാർഷിക മേഖലയിൽ നിന്ന് കൂടുതൽ വോട്ട് ആര് നേടുന്നു അവർ ജയിക്കുകയും ചെയ്യും. അതാരാണ് ജയിക്കുക എന്നുള്ള ഒരു അസംഷൻ എനിക്കുണ്ട്. പക്ഷെ അത് ഞാൻ പറയുന്നില്ല. എന്താ അറിയാം, ഞാനിപ്പോൾ ഈ ദേവികുളം താലൂക്കിന്റെ മിക്ക പ്രദേശങ്ങളിലും ഈ മണ്ഡലത്തിൽ പോയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ അവിടുത്തെ ഈ റേഡിയോ പരിപാടികൾ ചിത്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ അവിടുത്തെ തോട്ടം തൊഴിലാളികളുമായിട്ടൊക്കെ ഇവരോട് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാര്യം തേയില ചെടികൾക്കിടയിലാണ് അവരുടെ ജീവിതം. അവർ തുടങ്ങുന്നതും തേയില ചെടികൾക്കിടയിൽ, വൈകുന്നേരം അവസാനിക്കുന്നതും തേയില ചെടികൾക്കിടയിലാണ്. അപ്പോൾ ഈ മൂന്നാർ, ദേവികുളം, ഈ പറയുന്ന പ്രദേശത്തൊക്കെ തന്നെ, ഈ രാജാക്കാട്, ഈ പറയുന്ന പ്രദേശത്തൊക്കെ രാജേന്ദ്രന് നല്ല സ്വാധീനമുണ്ട്. എന്നാൽ ഈ പറയുന്ന ടൗൺ വിട്ടുള്ള ഭാഗത്ത് CPM-നും സ്വാധീനമുണ്ട്. അപ്പൊ അതുകൊണ്ട് രാജേന്ദ്രനൊരു ഡോമിനേഷൻ ദേവികുളത്തുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയും. എസ് കെ കൃത്യമായി ത്രികോണ മത്സരം തന്നെയാണ് അവിടെ. അവിടെ 3 സ്ഥാനാർത്ഥികളും ശക്തരായ സ്ഥാനാർത്ഥികളാണ്. അവിടെ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞ എസ് കെ അവിടെ ഈ കർഷക മേഖലയിലേക്ക് സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്. അദ്ദേഹം ജയിക്കുമെന്നാണ് പൊതു വിലയിരുത്തൽ. അത് ഞാൻ ആരെന്ന് പറയുന്നില്ല. താങ്ക് യു എസ് കെ. ഇവിടെ ഒറ്റ കാര്യം ആഷ്മി, എസ് രാജേന്ദ്രന്റെ ഈ പോക്ക് NDAക്ക് ഇപ്പോൾ വളരെ സസ്പെൻസ് ഉണ്ടാക്കിയിട്ടാണല്ലോ അവസാനം BJP-യിലേക്ക് പോയത്. സസ്പെൻസ് ഒന്നും ഇല്ല. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇല്ല, അവസാന നിമിഷം ഇല്ല എന്ന് സസ്പെൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി. അല്ല അത് പിന്നെ CPM വോട്ട് ജയിക്കോ? എസ് കെ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ സ്വാധീനമുള്ള ആൾ തന്നെയാണ്. അത്രയും വർഷം പാർട്ടിയുടെ ശക്തനായ നേതാവായി നിന്ന ആളാണ്. അത്രയും വർഷം MLA ആയിരുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായും ഗൗചേട്ടാ, അത്രയും വർഷം നമ്മളൊരു നാടിന്റെ MLA ആയിരിക്കുമ്പോൾ നമുക്ക് ഹൃദയബന്ധമുള്ള ആൾക്കാരുണ്ടാവില്ലേ? ഉറപ്പായും ഹൃദയബന്ധമുള്ള ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് തമിഴ് മനസ്സുള്ളവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര നിർമ്മല ഹൃദയരും അത്ര ചങ്ക് നിൽക്കുന്ന ആൾക്കാരുമാണ്. എന്തായാലും വോട്ടുണ്ടാവില്ലേ? ആ വോട്ട് കൂടി എസ് രാജേന്ദ്രൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. പക്ഷേ എസ് കെ പറഞ്ഞ പോലെ അവിടെ CPM എന്ന് പറഞ്ഞാൽ നല്ല സംഘടനാ സംവിധാനമുള്ള ശക്തമായ പാർട്ടിയാണ്. അപ്പൊ അങ്ങനെ ആ വൈകാരികതയിൽ ആ വോട്ട് പോയില്ലെങ്കിൽ കൂടിയും രാജേന്ദ്രൻ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒരുപക്ഷെ പ്രതിഫലിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. കാരണം വികസനം അവിടെ ചർച്ചയാകുന്നു എന്ന് പറയുമ്പോൾ ആ മണ്ഡലത്തിന്റെ സ്വഭാവം അനുസരിച്ച് വലിയ വികസന പ്രവർത്തനങ്ങൾ, ഈ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ചയാകാൻ സാധ്യതയൊരു അവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം SC വിഭാഗത്തിൽ കൂടുതലാണ്. SC സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ള കാതലായ കാര്യമായ പ്രശ്നം അവിടെയുണ്ട്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികൾക്ക് SC സർട്ടിഫിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിക്കുകയാണ്. അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരുപാട് എന്നോട് നമുക്ക് തമ്മിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എസ് കെ, അപ്പോൾ അവർ നേരിടുന്ന പ്രധാന പ്രശ്നം അതാണ്. അത് ഒരു ഇലക്ഷൻ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ നമുക്ക് ബാക്കി വെസ്റ്റ് ഓഫ് ദ കേരളത്തെ പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. മാത്രമല്ല ഈ LDF സ്ഥാനാർത്ഥിക്കെതിരെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഈ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ സുപ്രീം കോടതി വരെ പോയി നീണ്ട നിയമം. അത് അവർ കുറ്റമല്ല കേട്ടോ, അവർ കുറ്റമല്ല. അല്ല, അത് വേറൊരു തരത്തിലാണ്. സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നില്ല, പകരം അദ്ദേഹം ഈ സംവരണ വിഭാഗത്തിലുള്ള ആളായിരുന്നില്ല. പരിവർത്തിത വിഭാഗത്തിൽപ്പെട്ട അങ്ങനെ ഒരു സങ്കീർണ സാഹചര്യം അവിടെ മറികടന്നു. അപ്പൊ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് പ്രശ്നമാവാത്ത കുറേയധികം പ്രശ്നങ്ങൾ, അവരുടേതായ കുറേയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതവിടെ ചർച്ചയാവുന്നുണ്ട്. ആ ചർച്ചയാവുന്നതൊക്കെ എന്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.